അപ്പോഴേ ഞാൻ തിരുതക്കണമ്പിൻ്റെ ഒരു 5-8 കഷ്ണം ഞാൻ എടുത്ത് ഇന്നലെ മാറ്റി വെച്ചിരുന്നിട്ടാണ്. ഇതാണ്. അപ്പോൾ ഇത് ഞാൻ പാല് കറി വെക്കാൻ പോവാണ്, വിനാഗിരിയൊക്കെ ഇട്ട് ഉച്ചക്കത്തേക്ക്. ക്രിസ്മസ് സ്പെഷ്യലിൻ്റെ മെയിൻ സ്പെഷ്യൽ ഇതാണ് കേട്ടോ. അപ്പോൾ എണ്ണ ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ട് എണ്ണ കാണിച്ചിട്ടുണ്ട്. നമുക്ക് അല്പം ഉലുവ ഒന്ന് പൊട്ടിക്കാം. സവാളയാണ് കേട്ടോ ഞാൻ എടുക്കണത്. അപ്പോൾ ഇതൊരു 1/2 കിലോനധികം ഉണ്ട് മീൻ. അപ്പം തന്നെ വലിയ കഷ്ണം ഇഞ്ചി, 3-4 പച്ചമുളക്, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വാടട്ടെ. അപ്പോൾ നമ്മുടെ സവാളയും പച്ചമുളകും ഇഞ്ചി എല്ലാം ഒന്ന് വാടിയിട്ടുണ്ട്. പകുതി 50% വാടിയിട്ടുള്ളൂ. അപ്പോൾ 50% അരപ്പിക്കിടുന്ന റെഡിയാണ്ടത്. ഇത് ഞാനിപ്പോൾ ഉണ്ടല്ലോ പൊടികളെല്ലാം അരപ്പാക്കി വെച്ചിരിക്കുകയാണ്. മല്ലിപ്പൊടിയാണ് കൂടുതൽ എടുത്തിരിക്കുന്നത്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇത്തിരി ഗരം മസാല അല്പം ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് അരപ്പാക്കി വെച്ചിരിക്കുകയാണ്. അരപ്പാക്കി വെക്കുമ്പോൾ നമ്മുടെ പൊടിയൊന്നും കരിഞ്ഞു പോകില്ല. അതുപോലെ തന്നെ കറിക്കും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, അരപ്പിങ്ങനെ എണ്ണയിൽ വാട്ടി റെഡിയാക്കുമ്പോൾ. അപ്പോൾ ഈ അരപ്പും ഈ സവാളയും പച്ചമുളകും ഇഞ്ചി എല്ലാം കൂടി ഒന്ന് വാടട്ടെ. എന്നിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചാണ് ഇത് കറി റെഡിയാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ പാലാണ്, തേങ്ങാപ്പാലാണ്. അപ്പോൾ ഇത് ഒരുവിധം കുറുക്കൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒറ്റപ്പാലാണ്. ഇതിലേക്ക് പുളിക്ക് ആവശ്യമായ വിനാഗിരി കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം മീനിട്ട് റെഡിയാക്കാം. ഇപ്പം നമ്മുടെ ചാറൊക്കെ നോക്കാട്ടോ. ചാറൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, വെട്ടി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പം ഇതൊരു 10 പീസുണ്ട്. അപ്പോൾ നമ്മുടെ കറി നോക്കാട്ടോ. ഇത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 15 മിനിറ്റ് അധികമായി. ഇത്ര മതി. തീ ഓഫ് ചെയ്യാം. 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ തിരുത പാല് കറി വെച്ച കറി റെഡി ആയിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി കുറുകോട്ടോ. പാവമാണിപ്പോൾ. പുളിയെല്ലാം പാവമാണ്. ചോറിന് കഴിക്കാനാണ്. നമ്മുടെ തിരുതക്കറി റെഡിയായി.